ധ്യാനത്തിനെ പറ്റി ഒട്ടനവധി കാര്യങ്ങൾ കേട്ടിരിക്കുമല്ലോ. ആത്മാവിലേക്കുള്ള യാത്ര, സമാധാനത്തിലേക്കുള്ള യാത്ര, അങ്ങനെ പലവിധമായി നമ്മൾ ധ്യാനത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ധ്യാനം എന്നുള്ളത് എന്താകുന്നു? അഥവാ മെഡിറ്റേഷൻ, അതൊരു അവസ്ഥയാണ്. സമാധാനത്തിൽ, മനസ്സിൻ്റെ ശാന്തതയിൽ നിലകൊള്ളാനായി സാധിക്കുന്ന ഒരവസ്ഥ. അതിലേക്ക് എത്തിച്ചേരാനായി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, അതിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് മെഡിറ്റേഷൻ ടെക്നിക്സ്. നമ്മൾ എത്തിച്ചേരാനായി ആഗ്രഹിക്കുന്ന അവസ്ഥ മെഡിറ്റേഷൻ. അതൊരു പ്രക്രിയ മാത്രമല്ല, ഒരു യാത്രയാണ്. എ ഡീപ്പ് ജേണി ടു കോൺഷ്യസ്നെസ്, അതായത് ബോധത്തിൻ്റെ ആഴത്തിലേക്കുള്ള യാത്ര. കാറ്റും കോളും നിറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിൽ നിരന്തരം നടക്കുന്ന ചിന്തകളുടെ വേലിയേറ്റത്തിനിടയിൽ നമുക്ക് ആത്മാവിൻ്റെ ശാന്തമായ ശബ്ദം കേൾക്കാനായി സഹായിക്കുന്ന അവസ്ഥയെയാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് വിശ്രമവും മനസ്സിന് ശാന്തതയും ആത്മാവിന് പ്രകാശവും നൽകുന്നു. മനസ്സിനെ ശാന്തതയിലേക്ക് നയിക്കുന്നതോടൊപ്പം തന്നെ ചിന്താശേഷി വളർത്താനും സ്വയം ചികിത്സയ്ക്ക് നമ്മളെ പര്യാപ്തമാക്കാനും ജീവിതത്തെ പറ്റിയുള്ള മൂല്യങ്ങളെ തിരിച്ചറിയാനും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വളർച്ച സാധ്യമാക്കാനും ധ്യാനം സഹായിക്കുന്നു. ധ്യാനത്തിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണ് എന്ന് വേദിക് ഫിലോസഫി വ്യക്തമാക്കുന്നു. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതേപ്പറ്റി ധാരാളം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. ആദ്യകാലങ്ങളിൽ ആത്മാവിനെ തിരിച്ചറിയാനും തുടർന്ന് മനസ്സ് ശാന്തമാക്കാനുള്ള ഉപാധിയായി ധ്യാനത്തെ കണക്കിലാക്കി. ഇതിൻ്റെ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തുടങ്ങി പല മാർഗങ്ങളിലൂടെ വളർന്നു വന്ന് ലോകമെമ്പാടും ധ്യാനം ഇന്ന് പ്രചരിച്ചിരിക്കുന്നു. ജീവിതത്തിലെ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള പരിപൂർണമായ ഉത്തരത്തിന് ധ്യാനം പിൽക്കാലങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പല ചികിത്സാ മേഖലകളിലും ധ്യാനം ഇന്ന് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതായി നമുക്ക് കാണാം. ഈ യാത്രയെ പരിപൂർണമായി ആസ്വദിച്ച് പിൻചെല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ തിരിച്ചറിയാതെ പോയതും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയപ്പെടേണ്ടതുമായ നമ്മുടെ ഏറ്റവും കഴിവുറ്റ വേർഷൻ കണ്ടുപിടിക്കാനായി തീർച്ചയായും നമ്മൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രയെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാനായി നമുക്ക് ശ്രമിക്കാം.